എന്തായാലും ഇപ്പൊ ഇന്നെ പറ്റിക്കൂല. കാരണം കൊറേ മുന്നുള്ള പരിചയമാണല്ലോ. കല്യാണാലോചന തന്നെ കൊണ്ടുള്ളൂ എന്നും പറഞ്ഞീന്ന്. ഇവൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഓൾക്ക് മനസ്സിലാവൂല. ഇക്ക് വേണ്ട. വേണ്ട. എനിക്ക് എന്തേലും പറ്റി കഴിഞ്ഞാലേ ഓൾക്ക് ആരാ ഉള്ളത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ. ഈ പൊട്ടിപ്പൊളിയാരായിട്ടുള്ള ഈ പെരയിലാണ് ഇപ്പൊ നിക്കാനുള്ളത്. ഇത് എങ്ങനെയും പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്ക്. എന്നാലെങ്കിൽ അതിന്റെ തലേക്കൊന്നൊരു കേറട്ടെ. ഇപ്പൊ ഓൻ മരിച്ചിട്ട് 1.5 കൊല്ലായില്ലേ. എന്നിട്ട് ഓള് ഇങ്ങനെ ഇരിക്ക. ഒരു കുട്ടിയോളില്ലല്ലോ. കുട്ടിയോളുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെയുണ്ട് അവനെ നയിച്ചിട്ടെങ്കിലും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കാതെ വെക്കാം. ഇതൊരു കുട്ടിയും കൂടി ഇല്ല. എന്റെ കുട്ടിയുടെ ഭാവി നിക്ക് നോക്കണ്ടേ. ഓൻ മരിച്ചിരിക്കുന്നു വിചാരിച്ചിട്ട് ഓളങ്ങനെ ഇരുത്താൻ പറ്റൂലല്ലോ. സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. നിക്കും ഉണ്ട് ഈ സങ്കടവും കാര്യങ്ങളൊക്കെ. ഓൻ പോയേല് അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഇവളാണ് മരിച്ചിരിക്കുന്നത് വെച്ചാൽ ഓല മകനെ കൊണ്ട് വേറെ പെണ്ണെട്ടിക്കൂലേ. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതും. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഓക്ക്. ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ, ഞാൻ വിളമ്പി തരാം. കുളിക്കൂല്ല ഒന്നുമില്ല, ഇങ്ങനെ നടന്നോളൂ. ഞാൻ വരാം. അല്ല എന്നിട്ടിപ്പൊ എന്താ പന്റെ തീരുമാനം? എന്ത് തീരുമാനം? എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഒന്നെന്നെ മറക്കാൻ ശ്രമിക്കുമ്പോളാ ഞാൻ അടുത്തേക്ക് കൂടുന്ന് ചാടിക്കണത് ഉമ്മ. ഇന്നൊക്കെ ഒന്നും കാട്ടിട്ട് ഒഴിവാക്കിയൊന്നല്ലല്ലോ. മരിച്ചതല്ലേടി. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ഇക്കാനെ മറക്കാൻ പറ്റും? എനിക്കറിയില്ല ഞാൻ ഇക്ക എങ്ങനെ കഴിഞ്ഞതാന്നുള്ളത്. അതെന്നെ പറഞ്ഞത്. പടച്ചോനെ ഒരിക്കലേ നല്ലപോലെ സന്തോഷിച്ച് ജീവിക്കാൻ സമ്മതിക്കൂല. അതിന്റെ ഇടയിൽ ഇമ്മ ഈ ഒരു കല്യാണാലോചനയായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴോ ഉമ്മക്കൊന്ന് മനസ്സിലാക്കി കൂടെ? എടി എന്റെ അമ്മ പറയണേലും കാര്യല്ലേ. എന്റെ അമ്മക്ക് എന്തേലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനക്കാരാ ഉണ്ടാവുക? ഇതത് ചിന്തിച്ചിക്കണ? ഇപ്പൊ ഈ കാണണമൊന്നും ആവൂല മോളെ. കുറച്ചും കൂടി ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും സങ്കടം ഉണ്ട്. ആർക്കാ സങ്കടം ഇല്ലാത്ത? ഇങ്ങനൊക്കെ ആയി തീരുന്നുള്ളത് നമ്മളാരും വിചാരിച്ചിട്ടില്ലല്ലോ. ഇമ്മ പറഞ്ഞ പോലെ ഈ പണക്കാണ് എന്തേലും പറ്റിയെന്ന് വെച്ചാല് ഓലും ഓനെ കൊണ്ട് പെണ്ണെട്ടിപ്പിക്കൂലേ. അതേപോലെ തന്നെ എടിപ്പോ അനക്കൊരു ജീവിതം വേണ്ട വെച്ചിട്ട് എന്റെ അമ്മ പറയണത്. ഇതൊന്ന് കേക്ക് പറയണത്. എടി എനിക്ക് പഠിക്കണടി. എന്തായാലും ഇപ്പൊ ആ കോഴ്സിൽ ഞാൻ ചേർന്നതല്ലേ. പഠിക്കാതിരിക്കുക എങ്ങനെ? ഉമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ എന്നെ അതിൽ കൊണ്ടുപോയി ചേർത്തിക്കണ്. അപ്പൊ അതൊന്നും അല്ലാത്ത അവസ്ഥയിലാവൂലേ. ഉമ്മ ഈ പേരെ നേരാക്കാൻ വേണ്ടിട്ട് എടുത്തുവെച്ച പൈസ അവിടെ കൊണ്ടുപോയി അടച്ചത്. അതൊക്കെ ഞാൻ ആലോചിക്കണ്ടേ. നാളെ ഇനി എന്തായാലും ഓല് വരുമ്പോ എന്റെ അമ്മ ചോദിക്കോ പഠിപ്പിക്കോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അറിയാലോ. എന്തായാലും ഈ സമ്മതിക്കണം. നിങ്ങളൊന്നും